എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഒരു മോർണിംഗ് റൂട്ടീനായിട്ട് വന്നിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ അടുക്കളയിൽ നിന്നായിക്കോട്ടെ ഇന്നത്തെ ദിവസവും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതാ ദോശയും കറിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. എത്ര പെട്ടെന്നല്ലേ ജീവിതം മാറി മാറി മറിയുന്നത്. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ കരുതിയതല്ല കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് സ്വയം എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ഓരോ ദിവസവും ഞാൻ തള്ളി നിൽക്കുക കേട്ടോ. ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം ഞാനൊരമ്മയാണ്, ഇപ്പോൾ ഒരു ഭാര്യയാണ്, പിന്നെ ഒരു മകളാണ് എന്നൊരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ജീവിതം അങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോകട്ടോ. ഇനി എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ എനിക്ക് അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പം അതൊക്കെ മാറി മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എല്ലാം കഴിഞ്ഞ് ബാക്കി സമയം ഇനിയും കിടക്കുക. എന്നെക്കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ആവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. കാരണം എല്ലാം നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മളെ ജീവിതം. കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ജീവിതത്തിൽ. ചെയ്തു തീർക്കാനുള്ള എല്ലാം ചെയ്തു തീർത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കായിട്ട് സമയം തരാൻ ആരും ഉണ്ടാവത്തില്ല. നമ്മളെ ജീവിതം നമ്മളെ കയ്യിലാണ്. അപ്പോൾ കുഞ്ഞു മക്കൾസൊക്കെ പെട്ടെന്ന് വലുതാവും. നമ്മൾ അമ്മൂടെ കൂട്ടം തന്നെ ഓടി നടക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഇച്ചും അമ്പടും രാവിലെ തന്നെ നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞ് വെള്ളമൊക്കെ ഒഴിക്കുക. ഞാൻ മിറ്റൊക്കെ അടിച്ച് വാരിയിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ, കാറ്റിങ്ങനെ നിർത്താതെ വീശുക. പിന്നെ അതാ ചോറും കറിയൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പുടുവിനെ ഉറക്കി വന്ന് അവൻ ഉറങ്ങി വരുമ്പോഴേക്കും ചോറൊക്കെ ഏകദേശം, കാരണം ആശാൻ ഉറങ്ങി വരണമെങ്കിൽ അത്യാവശ്യം നേരം അടുപ്പത്തിട്ടിട്ടാട്ടോ ആ മക്കളെ കുളിപ്പിക്കാൻ പോകുന്നത്. രണ്ടാളും നല്ല കളിയായിരുന്നു പുറത്ത്. അപ്പോൾ രണ്ടാളെയും കൊണ്ട് ഞാൻ പല്ലേപ്പിച്ച് കുളിപ്പിച്ച് അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് വന്ന് അമ്പുട് കൂട്ടനെ ഉറക്കി വരുമ്പോഴേക്കും ചോറാവും. പിന്നെ കറിയൊക്കെ രാവിലെ വെച്ചു കേട്ടോ. സാമ്പാറും വൻപയർ ഉപ്പേരിയൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ടെണ്ണത്തിനെ ഒന്നിച്ച് കുളിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രഹസനം കേട്ടോ. എപ്പോഴും അതെ, ഒരാളെ മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല, രണ്ടാളെ ഒന്നിച്ച് എടുക്കണം കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒരു ശീലമായി കഴിഞ്ഞു. വല്ലാത്തൊരു ഇതാട്ടോ. കാരണം ഞാൻ ഒരിക്കലും കരുതിയതല്ല ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് ഞാൻ കരുതിയത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് പലപ്പോഴും. എങ്ങനെ മക്കളെ ഒറ്റയ്ക്ക് നോക്കും എന്നുള്ളൊരിതിൽ. പക്ഷെ ഞാൻ ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻറ്റ്. എവിടെ കൊണ്ടിട്ടാലും അവരെ ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇച്ചൂസ് അംഗനവാടി പോകട്ടെ. അപ്പോൾ അവൻ്റെ പാത്രം ഇതൊക്കെ എടുത്ത് വെക്കുകയാണ്. സ്ലേറ്റൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുത്തു. എന്നും 2 പെൻസിൽ കൊടുത്തിടും. അവന് വേണ്ടി ഇപ്പോൾ സ്ലേറ്റ് പെൻസിൽ വേറെ സെപ്പറേറ്റിന് വാങ്ങി വയ്ക്കേണ്ടി വരും. നമ്മൾ ആശാൻകൂട്ടം കാണിച്ചു വെച്ച പണി നോക്ക് നിങ്ങൾ. ഒരു റസ്കും കൂടെ പൊട്ടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നതാ. അവൻ ഭയങ്കര കളി. ഇനി നമ്മളെ കുഞ്ഞിനെ ഉറക്കി ഈ ഒരു നിമിഷം പിന്നീട് ഒരിക്കലും കിട്ടും.